ഭൂമിയിലെ ആദ്യ മനുഷ്യൻ ആദം നബിക്ക് ശേഷം തലമുറകൾ ഒരുപാട് കടന്നുപോയി. മനുഷ്യർ നന്മയിലും സമാധാനത്തിലും ജീവിച്ചിരുന്ന ഒരു കാലം. എന്നാൽ ശൈത്താൻ തന്ത്രപൂർവം മനുഷ്യർക്കിടയിലേക്ക് കടന്നുകൂടി. ഭൂമിയിൽ ജീവിച്ചു മൺമറഞ്ഞു പോയ ചില നല്ല മനുഷ്യരുടെ ഓർമ്മക്കായി അവർ പ്രതിമകൾ ഉണ്ടാക്കാൻ തുടങ്ങി. തലമുറകൾ മാറിയപ്പോൾ ആ പ്രതിമകൾ ദൈവങ്ങളായി മാറി. അങ്ങനെ മനുഷ്യൻ ആദ്യമായി ഭൂമിയിൽ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. നേർവഴി നഷ്ടപ്പെട്ട അഹങ്കാരം നിറഞ്ഞ ആ ജനതയിലേക്കാണ് ചരിത്രത്തിലെ ഏറ്റവും ക്ഷമാശീലനായ ആ പ്രവാചകൻ കടന്നു വരുന്നത്. അതാണ് നൂഹ് നബി അലൈഹിസ്സലാം. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു ജനതയിലേക്ക് ആദ്യമായി നിയോഗിക്കപ്പെട്ട റസൂൽ അല്ലെങ്കിൽ ദൂതനായിരുന്നു നൂഹ് നബി. അദ്ദേഹം തൻ്റെ ജനങ്ങളോട് പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവെ മാത്രം ആരാധിക്കുക. അവനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ദൈവമില്ല. തീർച്ചയായും വരാനിരിക്കുന്ന ഒരു വലിയ ദിവസത്തെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു. പക്ഷേ ആ നാട്ടിലെ പ്രമാണികളും സമ്പന്നരും അദ്ദേഹത്തെ നോക്കി പരിഹസിച്ചു ചിരിച്ചു. അവർ പറഞ്ഞു, നൂഹേ, നീ ഞങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യൻ മാത്രമല്ലേ? ഞങ്ങളിലെ ഏറ്റവും താഴ്ന്നവരും പാവപ്പെട്ടവരുമാണ് നിന്നെ പിന്തുടരുന്നത്. നിനക്ക് ഞങ്ങളെക്കാൾ എന്ത് ശ്രേഷ്ഠതയാണുള്ളത്? നീ കള്ളം പറയുകയാണ്. എന്നാൽ നൂഹ് നബി അലൈഹിസ്സലാം പിന്മാറിയില്ല. 1-2 വർഷമല്ല, നീണ്ട 950 വർഷക്കാലം അദ്ദേഹം ആ ജനതയ്ക്കിടയിൽ ജീവിച്ചു. രാപ്പകലില്ലാതെ അദ്ദേഹം അവരെ നേർവഴിയിലേക്ക് ക്ഷണിച്ചു. ചില സമയങ്ങളിൽ അദ്ദേഹം രഹസ്യമായി ചെന്ന് ആളുകളോട് സംസാരിച്ചു, ചിലപ്പോൾ പരസ്യമായി പ്രസംഗിച്ചു. എന്നാൽ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആ ജനങ്ങൾ തങ്ങളുടെ കൈകൾ കൊണ്ട് ചെവികൾ പൊത്തിപ്പിടിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖം കാണാതിരിക്കാൻ അവർ വസ്ത്രം കൊണ്ട് തല മൂടി നടന്നു. വഴിയിൽ വെച്ച് കാണുമ്പോൾ അവർ അദ്ദേഹത്തെ ഭ്രാന്തൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു, കല്ലെറിഞ്ഞു. പലപ്പോഴും ചോരയൊലിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയത്. ഇത്രയും നീണ്ട നൂറ്റാണ്ടുകൾ പ്രബോധനം ചെയ്തിട്ടും വെറും 80ഓളം പേർ മാത്രമാണ് നൂഹ് നബിയിൽ വിശ്വസിച്ചത്. അവരാകട്ടെ സമൂഹത്തിൽ ഒന്നിനും കൊള്ളാത്തവർ എന്ന് പ്രമാണിമാർ മുദ്ര കുത്തിയ പാവപ്പെട്ട തൊഴിലാളികളായിരുന്നു. നൂഹ് നബിയുടെ സങ്കടം അതുകൊണ്ടും തീർന്നില്ല. സ്വന്തം വീട്ടിൽ പോലും അദ്ദേഹത്തിന് സമാധാനമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയും സ്വന്തം മകനും അദ്ദേഹത്തിൽ വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, അവിശ്വാസികളുടെ കൂടെ ചേർന്ന് നൂഹ് നബിയെ ഒറ്റപ്പെടുത്തുകയും ചെയ്തു. ഒരു പ്രവാചകന്റെ വീട്ടിൽ ജീവിച്ചിട്ടും അവർക്ക് നേർവഴി ലഭിച്ചില്ല എന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വേദനയാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ നാട്ടിൽ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയെ അവിശ്വാസികൾ പഠിപ്പിച്ചത്, ആ കാണുന്ന നൂഹിനെ നീ വിശ്വസിക്കരുത്, അയാൾക്ക് ഭ്രാന്താണ് എന്നാണ്. തലമുറകളായി അവിശ്വാസം പടരുന്നത് കണ്ടപ്പോൾ ഇനി ഇവർ നന്നാകില്ല എന്ന് നൂഹ് നബിക്ക് ഉറപ്പായി. ഒടുവിൽ ഹൃദയം തകർന്ന് കണ്ണ് നിറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ നാഥനിലേക്ക് കൈകൾ ഉയർത്തി ആ പ്രാർത്ഥന നടത്തി. എൻ്റെ രക്ഷിതാവേ, ഈ ഭൂമിയിൽ അവിശ്വാസികളായ ഒരാളെ പോലെയും നീ ബാക്കി വെക്കരുതേ. കാരണം നീ അവരെ വിട്ടയച്ചാൽ അവർ നിന്റെ ദാസന്മാരെ വഴിതെറ്റിക്കും. നന്ദി കെട്ട പാപികളെയല്ലാതെ അവർ പ്രസവിക്കുകയുമില്ല. അതെ, ചരിത്രത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ പോകുന്ന ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. ആകാശലോകത്ത് നിന്ന് ആ കൽപ്പന വന്നു. ഭൂമി ഇതുവരെ കാണാത്ത ഒരു മഹാദുരന്തം വരാൻ പോകുന്നു. പക്ഷേ അതിനു മുൻപ് നൂഹ് നബിയോട് വിശ്വാസികളോടും അള്ളാഹു ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെട്ടു. നൂഹേ, നമ്മുടെ മേൽനോട്ടത്തിലും നമ്മുടെ നിർദ്ദേശപ്രകാരവും നീ ഒരു കപ്പൽ നിർമ്മിക്കുക. അക്രമം പ്രവർത്തിച്ചവരുടെ കാര്യത്തിൽ നീ ഇനി നമ്മളോട് സംസാരിക്കരുത്. തീർച്ചയായും അവർ മുക്കിക്കൊല്ലാൻ പോകപ്പെട്ടവരാണ്. പക്ഷേ ആ കൽപ്പന നടപ്പാക്കാൻ പോയ നൂഹ് നബിയെ കാത്തിരുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പരീക്ഷണങ്ങളും പരിഹാസങ്ങളുമായിരുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് നൂഹ് നബിയും കൂടെയുള്ള അവിശ്വാസികളും കപ്പൽ നിർമ്മാണം ആരംഭിച്ചു. എന്നാൽ അവിടെ ഒരു വലിയ പ്രതിസന്ധിയുണ്ടായിരുന്നു. അവർ താമസിച്ചിരുന്നത് കടലോ ജലാശയങ്ങളോ ഇല്ലാത്ത വരണ്ടുണങ്ങിയ ഒരു കുന്നിൻ പ്രദേശത്തായിരുന്നു. തുടർന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിന്റെ നിർദ്ദേശപ്രകാരം അവർ വലിയ മരങ്ങൾ വെട്ടിമുറിച്ച് കപ്പലിന്റെ പലകകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ചരിത്രരേഖകൾ പ്രകാരം 3 നിലകളുള്ള അതിശക്തമായ തടി കൊണ്ടുള്ള ഒരു കൂറ്റൻ പെട്ടകമായിരുന്നു അത്. ഈ കാഴ്ച കണ്ട നാട്ടിലെ അവിശ്വാസികൾ പൊട്ടിച്ചിരിച്ചു.
അവർ കൂട്ടത്തോടെ വന്ന് നൂഹ് നബിയെയും വിശ്വാസികളെയും വീണ്ടും പരിഹസിക്കാൻ തുടങ്ങി. അവർ ചോദിച്ചു, എന്താണ് നൂഹേ ഇത്? ഇത്രയും കാലം നീ പ്രവാചകനാണെന്ന് പറഞ്ഞു നടന്നു, ഇപ്പോൾ ഇതാ പെട്ടെന്ന് ആശാരിയായി മാറിയിരിക്കുന്നു. പോരാത്തതിന് കപ്പൽ ഉണ്ടാക്കുന്നത് കടലിലല്ല, ഈ കുന്നിൻ മുകളിലും. ഇതിലൂടെ നീ എങ്ങനെയാണ് കപ്പൽ ഓടിക്കാൻ പോകുന്നത്? അവരുടെ പരിഹാസങ്ങൾ കേട്ട് ഒട്ടും തളരാതെ നൂഹ് നബി അലൈഹിസ്സലാം ശാന്തനായി അവരോട് ഒരു മറുപടി പറഞ്ഞു. ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളാൽ എഴുതേണ്ട വരികളായിരുന്നു അത്. നിങ്ങൾ ഇന്ന് ഞങ്ങളെ പരിഹസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ പരിഹസിക്കുന്നത് പോലെ നാളെ ഞങ്ങൾ നിങ്ങളെയും പരിഹസിക്കുന്ന ഒരു സമയം വരും. അപമാനകരമായ ശിക്ഷ ആർക്കാണ് വരാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് വൈകാതെ മനസ്സിലാകും. വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിനൊടുവിൽ ആ കൂറ്റൻ കപ്പലിന്റെ പണി പൂർത്തിയായി. കപ്പലിന്റെ ഉള്ളിലും പുറത്തും വെള്ളം കയറാത്ത രീതിയിൽ അവർ കറുത്ത കീര് തേച്ചു പിടിപ്പിച്ചു. എന്നാൽ ഈ സമയത്തെല്ലാം നൂഹ് നബിയുടെ സ്വന്തം ഭാര്യയും മകനായ കനആനും അവിശ്വാസികൾക്കൊപ്പം നിന്ന് അദ്ദേഹത്തെ മാനസികമായി തകർക്കാൻ ശ്രമിക്കുകയായിരുന്നു. സ്വന്തം മുപ്പ നിർമ്മിക്കുന്ന ആ കപ്പൽ തങ്ങളെ രക്ഷിക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കാൻ ആ അഹങ്കാരിയായ മകന് സാധിച്ചില്ല. കപ്പലിന്റെ പണി കഴിഞ്ഞതിന് പിന്നാലെ അള്ളാഹുവിന്റെ അടുത്ത നിർദ്ദേശം വന്നു. ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ഓരോ ജോഡികളെ നീ ഈ കപ്പലിൽ കയറ്റുക, ഒപ്പം നിന്റെ കുടുംബത്തെയും വിശ്വാസികളെയും. അങ്ങനെ സിംഹം, ആന, പക്ഷികൾ തുടങ്ങി ഭൂമിയിലെ ജീവജാലങ്ങൾ കൂട്ടത്തോടെ കപ്പലിലേക്ക് വരാൻ തുടങ്ങി. ഒരു വശത്ത് മൃഗങ്ങൾ കപ്പലിലേക്ക് കയറുന്നു, മറുവശത്ത് 80ഓളം വരുന്ന പാവപ്പെട്ട വിശ്വാസികളും കപ്പലിനുള്ളിലേക്ക് പ്രവേശിച്ചു. പെട്ടെന്നാണ് ആ ലക്ഷണം പ്രത്യക്ഷപ്പെട്ടത്. അള്ളാഹു പറഞ്ഞിരുന്ന അടയാളം അതായിരുന്നു. അടുപ്പിൽ നിന്ന് വെള്ളം തിളച്ചു മറിയുക. ഭൂമിയുടെ അടിത്തട്ടിൽ നിന്ന് വെള്ളം ശക്തിയായി പുറത്തേക്ക് വരാൻ തുടങ്ങി. ആകാശത്ത് കറുത്തിരുണ്ട മേഘങ്ങൾ വന്നു മൂടി. നട്ടുച്ചക്ക് പോലും ഘനാന്ധകാരം പരന്നു. അവിശ്വാസികൾ ഭയത്തോടെ ചുറ്റും നോക്കി. ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. ഇന്നേ വരെ ഭൂമി കാണാത്ത വലിപ്പത്തിലുള്ള മഴത്തുള്ളികൾ ആകാശത്തുനിന്ന് പതിക്കാൻ തുടങ്ങി. കപ്പലിന്റെ വലിയ വാതിലുകൾ അടഞ്ഞു. പുറത്ത് വെള്ളം ഉയരുകയാണ്. കുന്നുകളും മലകളും വെള്ളത്തിനടിയിലാകാൻ അധികം സമയം വേണ്ടി വന്നില്ല. അവിശ്വാസികളുടെ പരിഹാസങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് ആ പ്രളയജലം അതിവേഗം ഉയരുകയായി. കുന്നുമലകളെപ്പോലെ കൂറ്റൻ തിരമാലകൾക്കിടയിലൂടെ നൂഹ് നബിയുടെ ആ പെട്ടകം മാത്രം അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ ഒഴുകി നടന്നു. അപ്പോഴാണ് കപ്പലിന്റെ മുകളിൽ നിന്ന് നൂഹ് നബി അലൈഹിസ്സലാം ആ കാഴ്ച കാണുന്നത്. വെള്ളം പൊങ്ങി പൊങ്ങി നാട്ടിലെ വലിയ മലകൾ പോലും മുങ്ങാൻ തുടങ്ങിയിരുന്നു. അവിശ്വാസികൾ പ്രാണരക്ഷാർത്ഥം മലമുകളിലേക്ക് ഓടിക്കയറുകയാണ്. ആ കൂട്ടത്തിൽ പ്രളയജലത്തിൽ മുങ്ങിത്താഴുന്ന സ്വന്തം മകൻ കനആനെ നൂഹ് നബി കണ്ടു. കരളലിയുന്ന ആ കാഴ്ച കണ്ട് ഒരു പിതാവിന്റെ ഹൃദയം തകർന്നുപോയി. തന്നെ എത്രയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും സ്വന്തം ചോരയല്ലേ. നൂഹ് നബി ഉറക്കെ വിളിച്ചു പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട മകനെ, നീ ഞങ്ങളുടെ കൂടെ ഈ കപ്പലിൽ കയറൂ. നീ അവിശ്വാസികളുടെ കൂട്ടത്തിലാകരുതേ. എന്നാൽ മരിക്കാൻ പോകുന്ന ആ നിമിഷത്തിലും അഹങ്കാരിയായ ആ മകൻ പിതാവിനെ തള്ളിപ്പറഞ്ഞു. അവൻ വിളിച്ചു പറഞ്ഞു, എന്നെ രക്ഷിക്കാൻ ഈ കാണുന്ന വലിയ മലമുകളിൽ ഞാൻ കയറിക്കൊള്ളാം. ആ മല എന്നെ വെള്ളത്തിൽ നിന്ന് രക്ഷിക്കും. നൂഹ് നബി കണ്ണീരോടെ മറുപടി നൽകി, മകനെ, അള്ളാഹു കരുണ ചെയ്തവർക്കൊഴികെ അവന്റെ കൽപ്പനയിൽ നിന്നും രക്ഷിക്കാൻ ഇന്ന് യാതൊരു മലകൾക്കും സാധിക്കില്ല. അവർ തമ്മിൽ സംസാരിച്ചു തീരുന്നതിന് മുൻപ് ചരിത്രത്തെ സാക്ഷി നിർത്തി ഒരു കൂറ്റൻ തിരമാല അവർക്കിടയിലേക്ക് ആഞ്ഞടിച്ചു. ആ തിരമാല കനആനിനെ പ്രളയത്തിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. സ്വന്തം കൺമുന്നിൽ വെച്ച് മകൻ മുങ്ങി മരിക്കുന്നത് ആ പ്രവാചകന് നോക്കി നിൽക്കേണ്ടി വന്നു. മകൻ മുങ്ങിത്താഴ്ന്നപ്പോൾ ഹൃദയം തകർന്ന നൂഹ് നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ നാഥ, എൻ്റെ മകൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ടവൻ തന്നെയാണല്ലോ. നിന്റെ വാഗ്ദാനം തീർച്ചയായും സത്യവുമാണ്. അപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പന വന്നു, നൂഹേ, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. തീർച്ചയായും അവൻ സൽക്കർമ്മയല്ലാത്തവനാണ്. നിനക്ക് അറിവില്ലാത്ത കാര്യത്തെക്കുറിച്ച് നീ എന്നോട് ചോദിക്കരുത്. സത്യവിശ്വാസത്തിനു മുന്നിൽ ചോരബന്ധങ്ങൾക്ക് സ്ഥാനമില്ലെന്ന വലിയൊരു പാഠമാണ് ചരിത്രം അവിടെ പഠിപ്പിച്ചത്. തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ നൂഹ് നബി അള്ളാഹുവോട് പശ്ചാത്തപിച്ചു. മാസങ്ങളോളം ആ പ്രളയം നീണ്ടുനിന്നു.
ഭൂമിയിലെ മുഴുവൻ അവിശ്വാസികളും അഹങ്കാരികളും തുടച്ചു നീക്കപ്പെട്ടു. ഒടുവിൽ അള്ളാഹുവിന്റെ കൽപ്പന വന്നു, ഭൂമിയെ നിന്റെ വെള്ളം നീ വിഴുങ്ങുക, ആകാശമേ നീ മഴ നിർത്തുക. അങ്ങനെ വെള്ളം വറ്റി. നോഹ് നബിയുടെ കപ്പൽ ജ്യോതി പർവ്വതത്തിൽ വന്ന് ഉറച്ചു നിന്നു. കപ്പലിലെ വാതിലുകൾ വീണ്ടും തുറക്കപ്പെട്ടു. മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും ആ പുതിയ ഭൂമിയിലേക്ക് ഇറങ്ങി. കപ്പലിൽ അവശേഷിച്ച ആ 80 വിശ്വാസികളിലൂടെയാണ് പിന്നീട് ഭൂമിയിൽ വീണ്ടും മനുഷ്യവംശം വളർന്നത്. അതുകൊണ്ടാണ് നൂഹ് നബി അലൈഹിസ്സലാമിനെ ചരിത്രത്തിൽ 2ാം ആദം എന്ന് വിശേഷിപ്പിക്കുന്നത്. അതെ, 950 വർഷത്തെ കണ്ണീരിനും ക്ഷമയ്ക്കും ഒടുവിൽ സത്യം വിജയിച്ചു. അസത്യം തകർന്നു പോയി. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ പരിഹസിക്കുന്നവർക്ക് ചരിത്രം നൽകിയ ഏറ്റവും വലിയ താക്കീതാണ് നൂഹ് നബിയുടെ പെട്ടകവും ആ മഹാപ്രളയവും. പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്ന ഈ സീരീസിന്റെ അടുത്ത ഭാഗത്തിൽ അഗ്നിപരീക്ഷകളെ പുഞ്ചിരിയോടെ നേരിട്ട ചരിത്രത്തിലെ ഏറ്റവും ധീരനായ മറ്റൊരു പ്രവാചകന്റെ കഥയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.